ട്രേഡിംഗ് മീഡിയയുടെ വീക്ക്ലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് വെള്ളിയാഴ്ച നല്ലൊരു പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് ഏകദേശം 674 പോയിന്റ് പോസിറ്റീവാണ്. നസ്ഡാക്ക് 451 പോയിന്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. S&P 117, ഗിഫ്റ്റ് നിഫ്റ്റി 136 പോയിന്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്ലോബൽ മാർക്കറ്റ് നല്ലൊരു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയിൽ വെള്ളിയാഴ്ച മാത്രമാണ് നല്ലൊരു പോസിറ്റീവ് ക്ലോസിംഗ് കിട്ടിയിട്ടുള്ളത്. ഒരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാം ഇന്ത്യൻ മാർക്കറ്റിലും. കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മൊത്തത്തിലൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു. കഴിഞ്ഞ വീക്കിലിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രെൻഡ് ലൈൻ കൃത്യമായിട്ടൊരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് ലൈനാണ്. അത് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. അപ്പം ഇതിന് മുകളിൽ നമുക്കൊരു ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ ആഴ്ച കിട്ടിയിട്ടില്ലായിരുന്നു, ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ബെസ്റ്റ് ട്രേഡറിന് വേണ്ടിയിട്ടുള്ളൊരു കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഏകദേശം 10 പേരാണ് അതിൽ പങ്കെടുത്തത്. അതിൽ 2 പേര് കഴിഞ്ഞ ആഴ്ച മൊത്തം ട്രേഡ് ചെയ്തിട്ടില്ലായിരുന്നു, 8 പേര് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും ബെസ്റ്റ് ട്രേഡറായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷിഹാബാണ്, കാലിക്കറ്റ് ഷിഹാബാണ്. ട്രേഡ് ചെയ്ത 4 ദിവസവും പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ട്രേഡ് ചെയ്ത 8 പേരും വീക്കിലി പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആരും നഷ്ടത്തിലല്ല. ട്രേഡ് ചെയ്ത 8 പേരും, ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്ന 10-ൽ 2 പേര് ട്രേഡ് ചെയ്തിട്ടില്ല. ട്രേഡ് ചെയ്ത 8 പേരും പോസിറ്റീവായിട്ടാണ് അവര് പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവർക്കൊന്നും ഞാൻ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടില്ല. അവർ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്തതാണ്. ഒരു സിഗ്നൽ പോലും അവർക്ക് കൊടുത്തിട്ടില്ല. അവരെന്താണോ പഠിച്ചത് അത് വെച്ച് അവർ ട്രേഡ് ചെയ്തു. അപ്പോൾ വീണ്ടും വരും ആഴ്ചകളിലും ഇതിൻ്റെ അപ്ഡേഷൻസ് ഉണ്ടാകും. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു 100 പേരെങ്കിലും പ്രോഫിറ്റിൽ ട്രേഡ് ചെയ്ത് വിജയിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു കോൺടെസ്റ്റ് നടത്തുന്നത്. അപ്പം കൃത്യമായിട്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ് ഓൺ പ്രൈസ് ആക്ഷൻ ട്രെയിനിങ് സീരീസ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. വരും ആഴ്ചകളിൽ കൂടുതൽ പേര് ഇതിലോട്ട് പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീക്കിലി അനാലിസിസിലോട്ട് പോവാം. അപ്പം ഇന്ന് ഈ ആഴ്ചയിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് മുകളിലോട്ട് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം അടുത്തൊരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 22,900. കഴിഞ്ഞ ആഴ്ച വരച്ചിട്ടിട്ടുള്ള ഒരു ലൈൻ തന്നെയാണ് 22,909, 23,118. മാർക്കറ്റ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലാണുള്ളത്. കാരണം ഒരു ഹയർ ഹൈ ഫോർമേഷനിലോട്ട് മാർക്കറ്റ് പോകുന്നില്ല. ഇനി അടുത്തൊരു ഹയർ ഹൈ ഫോർമേഷൻ വന്നാൽ തന്നെയും ഇവിടെ നിന്നൊരു സ്ട്രോങ് റിജക്ഷൻ ഉള്ള സാധ്യത ഉണ്ട്. 22,909 അതൊരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ എന്താ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇത് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രമേ മാർക്കറ്റ് പുതിയൊരു ഹയർ ഹൈയിലോട്ട് പോകണമെന്നുണ്ടെങ്കിലും ഇതൊരു സ്വിംഗ് ഹൈ ആയിരിക്കും. പക്ഷെ ഒരു ഹയർ ഹൈ ഫോർമേഷൻ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ഹൈ വന്ന് വീണ്ടും ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പുതിയൊരു ഹൈ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു ഹയർ ഹൈ ഫോർമേഷനിലോട്ട് പോകത്തുള്ളൂ. മാർക്കറ്റ് ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പലരും പറയുന്നുണ്ട് മാർക്കറ്റ് ഒരു റിവേഴ്സ് ആയെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിപ്പം ഒരു ഡേ ടൈം ഫ്രെയിമിലാണ്. ഡേ ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കൺസോൾട്ടേഷൻ ഏരിയ ആണ്, ഇല്ലേ? ഇതൊരു കൺസോൾട്ടേഷൻ ഏരിയ ആണ്. പക്ഷേ ഒരു ഇതിന് തൊട്ട് താഴത്തെ ഒരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആണ്. ഓക്കെ, ഇത് ഡേ ടൈം ഫ്രെയിം. നമുക്കൊരു 75 മിനിറ്റ്സിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 75 മിനിറ്റ്സിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് അവിടെ ഒരു ഡൗൺ ട്രെൻഡ് കാണാൻ പറ്റും. അതോടെ ഒരു ട്രെൻഡ് ലൈൻ മുകളിലോട്ട് വരയ്ക്കാം. നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് കൂടെ കിട്ടും. ഓക്കെ, ഇത് 75 മിനിറ്റ്സ് ആണ്. നോക്കണം, വ്യത്യാസം നോക്കണം. നമ്മൾ ഡേ ടൈം ഫ്രെയിം നോക്കിയപ്പോഴത്തേക്കും ഇവിടെ എന്താണ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഒരു റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ കൃത്യമായിട്ട് അവിടെ ഒരു ഡൗൺ ട്രെൻഡ് ആണ്. ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഹൈ കഴിഞ്ഞിട്ട് ഓക്കെ, ഈ ഒരു ഹൈ കഴിഞ്ഞിട്ട് അടുത്ത് വീണ്ടും ഒരു ലോവർ ഹൈ വന്നു, വീണ്ടും ഒരു ലോവർ ഹൈ വന്നു, ഇല്ലേ?
അപ്പം അതൊരു ഡൗൺ ട്രെൻഡ് ആണ്. 75 മിനിറ്റ്സ് നോക്കുമ്പോഴത്തേക്കും സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പം ഒരു ഡൗൺ ട്രെൻഡ് ആണ്. ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു കൺസൾട്ടേഷൻ ആണെങ്കിലും ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു ഡൗൺ ട്രെൻഡ് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ബോട്ടത്തിലൊരു ട്രെൻഡ് ലൈനോട് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്ക്ഔട്ട് കിട്ടണം. തിങ്കളാഴ്ച ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കിട്ടി 75 മിനിറ്റ്സിലെങ്കിലും ഒരു ഹയർ ഹൈ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ഈ ഒരു ഏരിയയിലോട്ട് എത്തത്തുള്ളൂ. 22,909 അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ 75 മിനിറ്റ്സിൻ്റെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കിട്ടി മുകളിലോട്ട് പോകണം. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കിട്ടി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ലോവർ ടൈം ഫ്രെയിമിൽ ഒരു ഹയർ ഹൈ ഫോർമേഷൻ കിട്ടത്തുള്ളൂ. താഴോട്ട് ഇത് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചെറിയൊരു ഫോളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 4 ബേസ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഈ ഒരു റാലി ക്യാൻഡലിന് ശേഷം 4 ബേസ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പം താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. 75 മിനിറ്റ്സിന്റെ സോണാണ് റാലി സോണാണ് 75 മിനിറ്റ്സ്. ഓക്കെ, അപ്പം താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ട്രെൻഡ് ലൈൻ നോക്കുക, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു റേഞ്ച് വരയ്ക്കും വരാൻ സാധ്യത ഉണ്ട്. 22,034 22,106 വരയ്ക്കാണ് ഈ ഒരു റേഞ്ച് വരുന്നത്. അപ്പം ഈ ഒരു ട്രെൻഡ് ലൈൻ താഴോട്ട് നോക്കുക, ഈ താഴോട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 75 മിനിറ്റ്സിന്റെ താഴത്തെ സോണിലോട്ട് വരും. ഇവിടെ നിന്ന് മുകളിലോട്ടാണ് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ 75 മിനിറ്റ്സിലുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് മുകളിലോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 22,909 23,118 വരയ്ക്കും മുകളിലോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഡേറ്റ നോക്കാം, വെള്ളിയാഴ്ചത്തെ ഡേറ്റ. ക്യാഷ് മാർക്കറ്റ് ഏകദേശം 1,724 കോടി നെറ്റ് ബൈയിങ് ആണ്. DAS നെറ്റ് ബൈയിങ് ആണ്. സെല്ലിങ് FIS 793 കോടി, ഏകദേശം 1000 കോടി അടുപ്പിച്ച് നെറ്റ് ബൈയിങ് ആണ് DAS കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS അവരുടെ പൊസിഷൻ കുറച്ചിട്ടുണ്ട്. 2.94 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. 1.46 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ് ആണ്. രണ്ടും അവർ കുറച്ചിട്ടുണ്ട്. FIS പൊസിഷൻസ് കുറച്ചിട്ടുണ്ട്. പ്രോ 40,545 ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ്, കോൾ ഓപ്ഷൻ ചെറിയ ക്വാണ്ടിറ്റി 6,500. ക്ലൈന്റ് അവരുടെ പൊസിഷൻ കൂട്ടിയിട്ടുണ്ട്. 3.5 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. 1.5 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ്. ഓക്കെ, നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോവാം. ഓക്കെ, ആദ്യം സെൻസെക്സ് നോക്കാം. സെൻസെക്സിൽ എനിക്ക് തോന്നുന്നു ഒരു വൈഡ് CPR ആണെന്ന് തോന്നുന്നു. 73,913 തൊട്ട് 74,88, ഏകദേശം 150-160 പോയിന്റിന്റെ CPR ആണ്. മാർക്കറ്റ് എന്തായാലും ഒരു ഗ്യാപ്പ് അപ്പിന് സാധ്യതയുണ്ട്. ഗ്യാപ്പ് അപ്പ് ആണ് എന്നുണ്ടെങ്കിൽ CPRനുള്ളിലുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ലൈൻ ശ്രദ്ധിക്കുക. 74,042, 74,002, ഏകദേശം 74,000 ഒരു റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അല്ല, അത് ബ്രേക്ക്ഔട്ട് കിട്ടി മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ, വലിയൊരു ഗ്യാപ്പ് അപ്പ് ആണ് വരുന്നതെങ്കിൽ 74,175, 74,230 ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് കയറുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നിഫ്റ്റിയിൽ കാണിച്ച ആ ഒരു ട്രെൻഡ് ലൈൻ, മുകളിലോട്ടുള്ള ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് 74,000 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു റിജക്ഷന് സാധ്യത ഉണ്ട്. ഇതുവരെയും പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിജക്ഷന് സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ 74,000 തന്നെ ഒരു റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. CPR നോക്കുക, CPR സ്ട്രോങ് മുകളിലോട്ട് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം 74,175, 74,230 നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു റിജക്ഷൻ വരും. ഈ നേരത്തെ കാണിച്ച ഈ ഒരു ട്രെൻഡ് ലൈൻ, നമുക്കത് ഈ ഒരു ട്രെൻഡ് ലൈനും അവിടെ നേരത്തെ നിഫ്റ്റി 75 മിനിറ്റ്സിൽ കാണിച്ച ട്രെൻഡ് ലൈനും
ബ്രേക്ക് ഔട്ട് കിട്ടാണ്ട് ലോങ് പൊസിഷൻ, മുകളിലോട്ട് ലോങ് പൊസിഷൻ എടുക്കുന്നത് വളരെ റിസ്ക് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ താഴോട്ട് 75 മിനിറ്റ്സിൽ കാണിച്ച ഈ ഒരു ട്രെൻഡ് ലൈൻ, ഇത് താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടാണ്ട് പുട്ട് ഓപ്ഷൻ ലോങ് പൊസിഷൻ എടുക്കുന്നവർക്കും റിസ്ക് കൂടുതലാണ്. അപ്പം ഈ ഒരു രണ്ട് ട്രെൻഡ് ലൈൻ നോക്കുക. രണ്ട് ട്രെൻഡ് ലൈനും ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് വരെയും മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷനിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇത് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം, ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നവർ ലോങ് പൊസിഷൻ നോക്കുക. ഓക്കെ, അപ്പം താഴോട്ടുള്ള സപ്പോർട്ട് 73, 686, 73, 601. അത് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഒരു സപ്പോർട്ട് കൂടെ ഉണ്ട്, 73,368, 73,311. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ വൈഡ് CPR ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈഡ് CPR അല്ല, നേരെ CPR അല്ല. 22,420 തൊട്ട് 22,468, ഏകദേശം 48 പോയിന്റിന്റെ CPR ആണ്. മാർക്കറ്റ് ചിലപ്പോൾ ചെറിയൊരു ട്രെൻഡിങ്ങിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. CPR-നുള്ളിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, 22,436, 22,453. ഇതിന് താഴെയാണ് ഒരു ഓപ്പണിംഗ് കിട്ടുന്നതെങ്കിൽ ഇവിടെ നിന്ന് തന്നെ മാർക്കറ്റ് ഒരു റിവേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അല്ല, CPR ബ്രേക്ക് ഔട്ട് കിട്ടി മുകളിലൊരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ 22,496, 22,511 നോക്കുക. ഇവിടെ നിന്ന് ഒരു റിജക്ഷന് സാധ്യതയുണ്ട്. 22,500 ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ചും അവിടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസിന് സാധ്യത ഉണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22,000 ഒരുപാട് റൈറ്റേഴ്സ് അങ്ങ് കയറി വന്നിട്ടുണ്ട്. പുട്ട് റൈറ്റേഴ്സ് അവിടെ സ്ട്രോങ് ആയിട്ട് അവിടെ ഒരു ബൈയിങ് നടത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച. അപ്പോ മാർക്കറ്റ് 22,000 ചിലപ്പോൾ മാർക്കറ്റിനെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. നമ്മൾ എപ്പോഴും നോക്കുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഹൈ ആയിട്ട് നിൽക്കുന്നിടത്ത് മാർക്കറ്റ് ഒരു റിജക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ ഈ ഹൈ ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന സ്ഥലത്തോട്ട് ചില സമയത്ത് മാർക്കറ്റിനെ കൊണ്ടുപോകാറുമുണ്ട്. കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത് അവിടുത്തെ പ്രീമിയം ഹൈ ആക്കിയിട്ട് അവരവിടുന്ന് തിരിച്ച് അങ്ങോട്ട് പറഞ്ഞേക്കും. അപ്പോൾ ഈ രണ്ട് ലെവൽസ് നോക്കുക. 22,000 എപ്പോഴും മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് ഒരു ബൈയിങ് പ്രഷർ കൊടുത്ത് മാർക്കറ്റിനെ തിരിച്ച് മുകളിലോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ 22,000 മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യതയും നമുക്കുണ്ട്. അതാണ് ഞാൻ ആ 75 മിനിറ്റ്സിന്റെ സോണിൽ 22,000 എന്ന് പറയുന്നത് സ്ട്രോങ് ഒരു ബൈയിങ് ഏരിയ ആയിരിക്കും. അവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്ന ഏരിയ ആണ്. മാർക്കറ്റ് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു റിവേഴ്സ് കിട്ടും. 22,000 ഓപ്പൺ ഇൻട്രസ്റ്റും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 22,347, 22,330, അത് കഴിഞ്ഞാൽ 22,264, 22,246 ഇതൊക്കെ ആയിരിക്കും താഴോട്ടുള്ള സപ്പോർട്ട്. നമുക്ക് മുകളിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ബ്രേക്ക് ഔട്ട് അല്ല, ഇവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് വരികയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. അത് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് 22,347 വയ്ക്കുക. ഇപ്പോഴത്തെ ഗ്ലോബൽ മാർക്കറ്റിന്റെ സെന്റിമെന്റ് അനുസരിച്ചാണ് ഒരു ഗ്യാപ്പ് അപ്പ് പറഞ്ഞിട്ടുള്ളത്. സപ്പോസ് ഒരു ഗ്യാപ്പ് ഡൗണോ അല്ല ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് തിരിച്ചു കയറിയിരിക്കും. ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ടായിരിക്കും റിവേഴ്സ് വരിക. 22,490, 500 വരേക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. ഒരു ഗ്യാപ്പ് ഡൗണോ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ CPR ബ്രേക്ക് ഔട്ട് കിട്ടി മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി ലെവൽസ് ഒക്കെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്